നമസ്കാരം. കേരളത്തിൽ അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉള്ള ഒരു ഷോ ആണ് ഏഷ്യാനെറ്റ് നടത്തിക്കൊണ്ടിരുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഏകദേശം 8 സീസണുകളോളം ഇപ്പം ബിഗ് ബോസ് നടന്നിട്ടുണ്ട്. 2025 അവസാനമായിട്ട് 8ാമത്തെ സീസൺ അവസാനിച്ചിരുന്നത്. ഈ ഒരു ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിവാദങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുള്ളതാണ്. മോഹൻലാലാണ് ഈ ഒരു ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഈ 8 എപ്പിസോഡുകളുമായിട്ട് പലതരത്തിലുള്ള വിവാദ വാർത്തകളും ബിഗ് ബോസിലൂടെയും അല്ലാതെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാലും പല താരങ്ങളും അല്ലെങ്കിൽ പല മത്സരാർത്ഥികളും അവർക്കുണ്ടായിട്ടുള്ള ഈ ഒരു വൈരാഗ്യവും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം പറഞ്ഞു തീർക്കുന്ന ഒരു കാര്യം കൂടെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ ഇതാ ബിഗ് ബോസ് സീസണിലെ വിജയിയായിട്ടുള്ള അഖിൽ മാരാരും അതേ സീസണിൽ തന്നെ അഖിൽ മാരാരോടൊപ്പം മത്സരിച്ചിട്ടുള്ള ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്പോര് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ അതിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു വേർഷൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതുമാണ്. ഈ ഒരു വാക്പോര് തുടങ്ങുന്നത് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെയാണ്. അവർ തമ്മിലുള്ള മത്സരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അയാൾ ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാര ശൈലി തന്നെയാണ്. അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് സംസാരിക്കുകയും ഒരു നിലപാട് പറയുന്ന വ്യക്തിയും കൂടെയാണ്. അങ്ങനെ എനിക്ക് ഈ അടുത്ത് ഈ പറയുന്ന അഖിൽ മാരാർ BJP-യിലേക്ക് മത്സരിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതുമാണ്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിലും ഇതേ പരാമർശങ്ങൾ തന്നെയാണ് അഖിൽ മാരാർ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടിയും വാക്ചാതുര്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഷിയാസ് കരീമിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മോഡലിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജിമ്മൊക്കെ നടത്തി വരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇവർ തമ്മിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് ഈ അഖിൽ മാരാർക്കെതിരെ ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു വാർത്തയൊക്കെ പുറത്തു വന്ന സമയത്തായിരുന്നു ഷിയാസ് കരീമിന്റെ ഭാഗത്തു നിന്നുള്ള ചില മോശം പരാമർശങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് അഖിൽ മാരാർ ഇങ്ങനെ നിലപാടില്ലാത്ത വ്യക്തിയാണെന്നും അയാൾ പറയുന്നതൊന്നും ആരും കണക്കിലാക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഷിയാസ് കരീം സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിരുന്നത്. ഇത് കേട്ട അഖിൽ മാരാർ കൃത്യമായിട്ട് തന്നെ ഷിയാസ് കരീമിന് ഒരു മറുപടി നൽകുകയുണ്ടായി. ഷിയാസ് കരീമിനെ കുറിച്ച് അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വൃത്തികെട്ട മനുഷ്യന്മാരുടെ വാക്കുകൾ നമ്മൾ കേൾക്കേണ്ടതില്ല, അതൊക്കെ തള്ളിക്കളയുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നായിരുന്നു അഖിൽ മാരാർ പറഞ്ഞത്. ഇപ്പോ ഇതാ ഈ ഒരു സംഭവത്തിനെ വീണ്ടും എടുത്തിട്ട് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് ഷിയാസ് കരീം എന്ന് പറയുന്നത്. ഈ അടുത്ത് തന്നെ ഷിയാസ് കരീം അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ള ഈ ഒരു മറുപടിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ ഉമ്മയോടൊപ്പം ഒരു വീഡിയോ ചെയ്തുകൊണ്ടാണ് അഖിൽ മാരാർക്ക് ഷിയാസ് കരീം കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുന്നത്. ഷിയാസ് കരീം പറയുന്നത് ഇങ്ങനെയാണ്: അയാൾ ഒരു പേപ്പട്ടിയാണ്, അയാൾ ചങ്ങലക്കിട്ടിട്ടുള്ള ഒരു പേപ്പട്ടിയാണ് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. എന്റെ ഉമ്മയെ ഞാൻ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്റെ ഉമ്മയോടൊപ്പം ഇവിടെ നിന്നൊരു വീഡിയോ ചെയ്യില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഷിയാസ് കരീം ഇപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞിട്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഉമ്മയും ഷിയാസ് കരീമിനെ വളരെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ഷിയാസ് കരീം ഉമ്മയോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉമ്മ പറയുന്നത് രാവിലെ പുറത്താക്കും, എന്നിട്ട് 6 മണിക്ക് ശേഷം എന്നെ വീണ്ടും അകത്താക്കുമെന്ന് തമാശ രൂപേണയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു വിവാദം ഇങ്ങനെ വലിയ രീതിയിൽ കൊയ്ത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടു പക്ഷത്തും ആളുകളുണ്ട്. അഖിൽ മാരാരുടെ പക്ഷത്തും ആളുകളുണ്ട്, ഷിയാസ് കരീമിന്റെ പക്ഷത്തും ആളുകളുണ്ട്. ഇവരിങ്ങനെ ഇവരുടെ നിലപാടുകളിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന സമയത്ത് രണ്ടു പക്ഷക്കാരും ഇപ്പോൾ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയുമാണ്. ഈ ഷിയാസ് കരീമിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഇദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മോഡലാണ്, അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ബോഡി ബിൽഡർ ആണെന്നൊക്കെയാണ് സ്വയം പറയുന്നത്. അദ്ദേഹത്തിന് 1-2 ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇയാൾ 2023 ഒരു പീഡന കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. 32 വയസ്സുകാരിയായിട്ടുള്ള ഒരു സ്ത്രീയോട് ഇയാൾ പലതവണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ആ സ്ത്രീയിൽ നിന്നും ഏകദേശം 11 ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത ഒരു കേസിലെ പ്രധാന പ്രതിയാണ് ഈ ഷിയാസ് കരീം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു കേസ് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഒളിവിൽ ദുബായിലേക്ക് കടന്നു കളയുന്നു. പിന്നീട് പോലീസ് പല തന്ത്രങ്ങളും പ്രയോഗിച്ച് ഇയാളെ തിരിച്ച് എന്ത് ചെയ്യുന്നു, നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് ഇയാൾ പറയുന്നത്, ഞാൻ ആ സ്ത്രീയിൽ നിന്നും 11 ലക്ഷം രൂപയല്ല കടം വാങ്ങിയത്, ഞാൻ ആ സ്ത്രീയിൽ നിന്നും 5 ലക്ഷം രൂപ കാറ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അവരെനിക്ക് മനസ്സറിഞ്ഞ് തന്നതാണ്. അതുകൂടാതെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു സ്ത്രീ വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് അവരെന്നോട് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടെ ഉഭയസമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടത് എന്നുള്ള രീതിയിലൊക്കെ ഷിയാസ് കരീം പിന്നീട് നമ്മളോട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിൽ മാരാരിന്റെ ആരാധകരും ഫാൻസ് ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യം,
ഇത്തരത്തിൽ നിലപാടില്ലാത്ത, ഇത്തരത്തിൽ സ്ത്രീപീഡന കേസിലും ലൈംഗിക കേസിലും ഒക്കെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി എന്ത് യോഗ്യതയാണ് അഖിൽമാരാർക്കെതിരെ സംസാരിക്കാനുള്ളത് എന്നാണ് ഈ ഒരു അഖിൽമാരാരിന്റെ പക്ഷം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി ആദ്യകാലത്ത് കോൺഗ്രസ് ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കുന്ന വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് പല റോഡ് സൈഡിൽ കച്ചവടം ചെയ്തു, പിന്നീട് ഒരുപാട് ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നീട് ഒരു സിനിമ ചെയ്തു. അങ്ങനെ അയാളുടെ നിലയിൽ സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം തന്നെ കെട്ടിയെടുത്ത വ്യക്തിയാണെന്ന് അയാൾ സ്വയം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ താൻ ഒരു സംഘിയാണ് അല്ലെങ്കിൽ താൻ ഒരു BJP പ്രവർത്തനാണെന്ന് പറയുന്ന സമയത്ത് ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ഷിയാസ് കരീമിന് തന്നോട് തോന്നുന്നത്? ഇവിടെ മതം മാത്രമാണോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ അഖിൽമാരാരും തിരിച്ച് ചോദ്യം ചോദിച്ചു തുടങ്ങി. അപ്പം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇവർ തമ്മിലുള്ള ചർച്ച വലിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം എന്ത് തന്നെയായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു അറുതി ഉണ്ടാകും. ഇവർ തമ്മിലുള്ള വാക്പോര് അവസാനിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നന്ദി, നമസ്കാരം.